அதனால நம்முடைய விசுவாசம் பெருகட்டும். നമുക്ക് മടങ്ങി വരാൻ യോഗ്യതയുണ്ട്. அந்த யோக்கவேத் என்கிற அந்த சகோதரி മോശയുടെ നല്ലൊരു മാതാവായിരുന്നു. ஆமென். சோத்திர மோசேயுடைய நல்ல ஒரு தாயாയിരുന്നു. മാതൃകയോടെ നിന്നൊരു അമ്മ. ஆமென். நல்ல ஒரு முன்மாதிரியாக நின்ற ஒரு தாய். നമ്മുടെ മെസ്സേജിന്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരാൻ പോവുകയാണ്. ஆமென். நம்முடைய மெசேஜ் நம்ம இந்த செய்தியுடைய கடைசி பகுதிக்கு நான் வருகிறேன். നമുക്ക് നമ്മൾ വായിച്ച കുർബാനയിലേക്ക് നമ്മൾ വരും. ஆமென். நான் வாசித்த அந்த குறிப்பிட்ட வசனத்துக்கு நான் வருவேன். ആമേൻ. ഇങ്ങനെ ഇരുന്നപ്പോ ഈ മാതാവ് ഇങ്ങനെ ഓർത്തു, ഈ കുഞ്ഞ് വളർന്ന് 3 മാസത്തോളമായി, വലുതായിട്ടുണ്ട് കുറച്ചുകൂടി. ஆமென். இந்த குழந்தை வளர்ந்து 3 மாதங்களானது. ആമേൻ. ചിലര് പറയാമെങ്കിൽ മോശ കരയുന്ന ശബ്ദം കേൾക്കും. അതോടെ ഇങ്ങനെ മാം കൊത്തിപ്പിടിച്ചപ്പോ മോശ ഇക്കനായെന്നാ പറയണേ. சோத்திர மோசம் வந்துட்டு அழுகுற சத்தம் கேட்கணும் அப்படின்ட்டு அந்த பார்வனுடைய கூட அந்த அரண்மனையில கேட்கணும்னு சொல்லிட்டு மோசம் அழுகிற பொழுது அவங்க தாய் வந்துட்டு வாயை கொட்டுனாலதான் அந்த வாய் மூடுன்றதுனாலதான் அவருக்கு வந்துட்டு திங்கவாயாச்சு. എന്ന് പറയുന്ന പക്ഷെ ബൈബിൾ അങ്ങനെ എഴുതിയിട്ടില്ല. ബൈബിൾ அப்படி சொன்னா வரலான்னு சொல்ல முடியும். പക്ഷെ അങ്ങനെ ആയിരിക്കാം. ஒருவேளை அப்படியா இருக்கலாம். എന്ത് ഭയത്തോടെ ആ കുഞ്ഞിനെ വളർത്തിയത്. അവൻ എவ்வளவு ഭയந்த அந்த മോശയെ அவங்க வளர்த்து. നമ്മളൊരു കുഞ്ഞിനെ വീട്ടിൽ വളർത്തുമ്പോൾ അമ്മ മാതാവിനൊന്നും അമ്മ ബാത്റൂമിൽ പോകണോ അല്ലെങ്കിൽ പുറത്ത് പോകണമെങ്കിൽ ഒരാൾ വേണം. இப்போ ஒரு வீட்டுல ஒரு குழந்தை வளர்ந்து வருதுன்னு சொன்னா அந்த குழந்தைய விட்டுட்டு இப்ப நம்ம ஒரு பாத்ரூம் போய் எதுக்கும் போனோம்னு சொன்னா அதுக்கு இன்னொரு ஆள் வேணும். മോശയുടെ പിതാവിനോട് അടിമ വേല ചെയ്യുക. അമ്മേ മോശയുടെ അപ്പ വന്നിട്ട് അടിമ വേല செய்றாங்க. അമ്മ അവിടെ നോക്കാൻ ആൾക്കാരുണ്ട്, പടയാളികളുണ്ട്. അമ്മേ നാங்க പാக்குறதுக்கு പടയാളികൾ. ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് മോശയുടെ പിതാവിന് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അമ്മേ இந்த குழந்தை இங்க வந்து கவனிச்சிட்டு இந்த குழந்தையை பராமரிச்சிட்டு வீட்டுல இருக்க முடியாது. എത്ര സ്ട്രഗിൾ ചെയ്തെന്നറിയാമോ അമ്മ. അമ്മേ இந்த കുഴந்தைയെ വളർത്താൻ எவ்வளவு பிரயாசப்பட்டிருக்காங்க. ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഭാരമാണ്. അമ്മേ തനിயாக കുഴந்தைகளை വളർത്തുന്നത് மிகப்பெரிய கஷ்டம். അങ്ങനെ വളർത്തുന്നവരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം. അമ്മേ அப்படி വളർന്നു ഉങ്ങகிட்ட കേട്ടാ தெரியும் அந்த കുഴந்தைയെ വളർത്തുന്നതിന്റെ കഷ്ടം. അമ്മേ അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ മോശ എന്തെന്നറിയാമോ, ഈ അമ്മ വിചാരിച്ചു ഇനി വീട്ടിൽ ഇരുന്ന പറ്റത്തിൽ ഒരു പെട്ടകം ഉണ്ടാക്കി ഈ കുഞ്ഞിനെ പെട്ടകത്തിലേക്ക് ഒഴുക്കി വിടാൻ പ്ലാൻ ചെയ്തു. അമ്മേ 3 മാസം ആனதுக்கு அப்புறம் இந்த குழந்தையை இனி நம்ம ஒளிச்சு வைக்க முடியாது. இத்த ஒரு கூடையில வச்சு நைலத்தில் நம்ம விடணும்னா நம்ம தீர்மானம் பண்ணுவோம். ആമേൻ. ഹല്ലേലൂയ. ഈ കുഞ്ഞിനെ നൈൽ നദിയിലെ പെട്ടകത്തിൽ ഒഴുക്കുന്ന മുമ്പേ ദൈവം അത് സെറ്റ് ചെയ്ത് വെച്ചു. അമ്മേ സോദരൻ കുഴந்தையை வந்துட்டு அந்த பெட்டகத்துல ஒளிச்சு வச்சு நைல் நதியில விடணும் இந்த தாய் தீர்மானிக்கிற பொழுது தேவன் ஒரு திட்டத்தை வைக்கிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താണെന്ന് അറിയാമോ, രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് രാജാവിന്റെ മകൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായി, നൈൽ നദി പോയി കുളിക്കണം. അമ്മേ സോദരൻ രാജാവിന്റെ മകനുடைய മകനുக்கு ஒரு ஆசை வந்தது, நைல் நதியில போய் நான் அவன் குளிக்க வேண்டும் என்று. നിങ്ങളൊന്ന് ചിന്തിച്ചേ, രാജ കൊട്ടാരത്തിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഇല്ലേ? അമ്മേ அந்த ராஜா அரண்மனையில ஸ்விம்மிங் பூல் എല്ലാം നല്ല കുളവും ഇല്ല അവിടെ. എല്ലാം വേക്കാതെ ഈ നൈൽ നദിയിൽ തന്നെ പോയി കുളിക്കണോ? അമ്മേ இந்த நைல் நதியில தான் போய் அவங்க குளிக்கணுமா? ഞാൻ പറഞ്ഞ ദൈവം സെറ്റ് ചെയ്ത് വെച്ചു. അമ്മേ ദേവൻ എല്ലാവற்றையும் திட்டம் பண்ணி ദൈവത്തിന്റെ ആത്മാവുരക്ഷ ഇടപെട്ട് കിടന്ന് ഇറങ്ങി നിപ്പോ കുറെ ദാസിമാരെ വിളിച്ച് നദിയിൽ കുളിക്കാൻ പോയി. അമ്മേ നമ്മൾക്ക് അവരുടെ തോഴികളെല്ലാം കൂട്ടിക്കൊണ്ട് നൈൽ നദിക്ക് കുളിക്കാൻ പോകണം. ഓക്കെ. അമ്മ മറുവശത്ത് ഈ അമ്മ എന്തേ പറഞ്ഞോ, ഒരു പെട്ടകം വാങ്ങിച്ച് കീഴെല്ലാം തേച്ച് അതിന് നല്ല അമ്മ സൂര്യൻ വെള്ളം കേറാതെ നല്ല കവർ ചെയ്തു. ഒരു പെട്ടകത്തിൽ വാങ്ങി അതിന്റെ കീഴെല്ലാം പൂசி அந்த வெள்ளம் வந்துட்டு அந்த தண்ணீர் வந்துட்டு அந்த பெட்டிக்குள்ள ஏறாதபடிக்கு அந்த குழந்தைய பத்திரமாக அவர்கள் ഈ അമ്മയെ നോക്കി ചിരിക്കുന്ന കുഞ്ഞിന്റെ മുഖത്തേക്ക് അമ്മ നോക്കിയിട്ട് അമ്മ ഒരു വശം കരഞ്ഞാണെങ്കിലും പ്രാർത്ഥിച്ചിട്ടും ഈ കുഞ്ഞിനെ പെട്ടകത്തിനകത്ത് വെച്ചു. ഞാൻ വിശ്വസിക്കുന്നു അമ്മേ அந்த குழந்தை அழுகிறத பார்த்துட்டு அம்மாவால சகிக்க முடியாத அந்த குழந்தையை பார்த்து சிரிச்சிட்டு വേദനയോടെ പ്രസവിച്ച ഏത് മാതാവൻ ആ സമയം കരയും. അമ്മേ നോവോട് പ്രസവിച്ച എந்த தாயா இருந்தாலும் அந்த சூழ்நிலையில அழுத்திருப்பாங்க. ഇങ്ങനെ പറയും, ഇനി എന്നെങ്കിലും ഈ മുഖം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മേ എപ്പോഴും ഇനി இந்த മുഖത്തെ ഞാൻ பார்ப்பேன் என்று எனக்கு தெரியாது. ഞാൻ പറഞ്ഞ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കുഞ്ഞിനെ പെട്ടകത്തിനകത്ത് വെച്ചു. അമ്മേ വിശ്വാസത്തോടെ ജപിച്ച് அந்த കുഞ്ഞിനെ அந்த പെട്ടകത്തിനുള്ളിൽ அந்த தாயார் வைத்தார். പെട്ടകം നൈൽ നദിയിൽ കൊണ്ട് ഒഴുക്കി വിട്ടു. അമ്മേ സോദരൻ ഒഴുകി പോകുന്ന തണ്ണീരില് കടന്ന് ഓടുന്ന തണ്ണീരിൽ அந்த പെട്ടിയെ കൊണ്ടുപോയി വെച്ചു. മോശയുടെ സഹോദരി മിരിയാമിനോട് പറഞ്ഞു, നീ നോക്കണം എവിടെ വരെ ഒന്ന് എത്തും, നമ്മളെ കണ്ണ് അത് പോകുന്ന വരയ്ക്ക് ഒന്ന് നോക്കിയിരിക്കാൻ പറഞ്ഞു. അമ്മേ அந்த மோசேயுடைய சகோதரியா இருக்கிற மிரியாம் கிட்ட அவங்க அம்மா சொன்னாங்க,
இந்த வெட்டி எங்க வரைக்கும் போதுன்னு சொல்லி கண்ணு கெட்டுற தூரம் வரைக்கும் நீ அதை பார்த்து நின்று கொள்கிறீர்கள். പക്ഷെ മിരിയാം നോക്കി നിൽക്കുന്ന സമയമായിരിക്കും. ചിലപ്പോ ഏതെങ്കിലും അമ്മയെ മുതലകളോ വല്ലോ കടിച്ചു തിന്നുന്ന ചിലപ്പോ ആ സമയമായിരിക്കും. എങ്കിലും മാതാവ് പ്രതി ഒന്ന് നോക്കി നിന്നേ. ஆமென் ஸ்தோத்திரம். ஒருவேளை ஏதாவது துஷ்ட மிருகங்களை வந்து கடிச்சு போடுவோம் இல்லையா என்று நீ அந்த கரையில் அந்த குழந்தையை பார்த்து நின்று கொண்டிருக்கிறது. ഞാൻ ഒരു കാര്യം പറയാം. വിശ്വാസത്തോടെ ആ മാതാവിനകത്ത് വെച്ചെങ്കിൽ കർത്താവ് അവരെ അതിനെ സൂക്ഷിക്കും. ஆமென் ஸ்தோத்திரம். அந்த നല്ലൊരു ഹല്ലേലൂയ പറ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നല്ലൊരു സ്തോത്രം പറ. വിശ്വാസത്തോടെ നീ അതിന്റെ അകത്ത് വെച്ചെങ്കിൽ നിന്റെ കുഞ്ഞ് അടുത്ത സമയം പകരത്തില്ല. ஆமென் ஸ்தோத்திரம். விசுவாசத்தோடு உன் குழந்தையை நீ அந்த பெட்டகத்துக்குள்ள வச்சிருப்பாயானால் உன் குழந்தை ஒருபொழுதும் அது நிர்மூலமாவதில்லை. ആമേൻ. മറുവശത്ത് ഫറവോന്റെ പുത്രിയും കൂട്ടരും കുളിക്കാൻ വന്നു. ஆமென் ஸ்தோத்திரம். அந்த நிமிஷத்துல தானே மகனும் அங்க குளிக்க கடந்து வந்தார். അത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ നൈൽ നദിയിൽ ഇപ്പൊ നല്ല വെള്ളമല്ല. இப்போ இந்த நைல் நதியில வந்துட்டு நல்ல தண்ணீர் கிடையாது. കുഞ്ഞുങ്ങളെ ഡെഡ് ബോഡി ഒഴുകി നടക്കുക. ஆமென். அந்த குழந்தைக்கு இப்படியே ஸ்தோத்திரம் டெட் பாடி சாகலாம். ബ്ലഡിന്റെ സ്മെൽ അവിടെയൊക്കെ ഉണ്ട്. அந்த பணங்கள் செத்ததினால அந்த ரத்தத்தினுடைய வாசனைகள் இருக்கிறது. അവയവങ്ങൾ ഒഴുകി നടക്കുമായിരിക്കും. ஆமென். அங்க இருக்கிற அவயவங்கள் எல்லாம் அந்த நைல் நதியில் இருக்கிறது. നാറ്റം കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരിക്കും. ஆமென். அந்த வாசனையினால அவங்க நிக்க கூட முடியாத ஒரு சூழ்நிலை. പക്ഷെ എന്നിട്ടും ഈ രാജാവിന്റെ പുത്രി അവിടെ വന്നു. ஆனாலும் ஸ்தோத்திரம். இந்த ராஜாவை குளிக்க வந்தார். എന്തിനു വന്നെന്നറിയാമോ? ஆமென். எதற்காக வந்தார் என்று ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവന്നതാ. ஆமென். தேவன் புறப்பட பண்ணினார். അവൻ കുളിക്കാൻ വന്നത് ശരിയാ, പക്ഷെ കുളിക്കാനല്ല വന്നത്. ഒരു വാഗ്ദത്ത സന്തതിയെ സംരക്ഷിക്കാൻ വന്നതാ. ஹல்லேலூயா. அவன் குளிக்க புறப்பட்டு வந்தது குளிக்கிறதற்காக. ஆனால் குளிக்க வந்தது கிடையாது. ஒரு வாഗ്ദത്തத்தினுடைய சந்ததியை ഞാൻ പറയാം, വാഗ്ദത്തമുള്ള നിന്റെ സന്തതി എവിടെയെങ്കിലും പോയി നശിക്കത്തില്ല. ஆமென். வாഗ്ദത്തத்தின்படி பிறந்த ஒரு குழந்தையும் எங்கே போய் அது அழிந்து போவதில்லை. കാരണം എന്തെന്നറിയാമോ? காரணம் என்னன்னு தெரியுமா? വിശ്വാസമുള്ള ഒരു അമ്മയുണ്ടായിരുന്നു. ஆமென். விசுவாசிக்கிறவன் പ്രത്യാശയുള്ള ഒരു അമ്മയുണ്ടായിരുന്നു. ஆமென். விசுவாசமுள்ள നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഒന്ന് ഓർത്തു നോക്കിയേ. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഓർമ്മയുണ്ടോ? ಆಮೆನ್. ಚಿಕ್ಕ ಮಕ್ಕಳೇ, ಯೌವನ ಮಕ್ಕಳೇ, ಅಪ್ಪ, ನೀವು ಒಂದು ಚಿಂತೆ ಮಾಡಿ ನೋಡಿ, ನನ್ನ ತಾಯಿ ನನಗೋಸ್ಕರ ಎಷ್ಟು ಮಟ್ಟಿಗೆ ವಿಶ್ವಾಸದಿಂದ ನನಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ದಾರೆ ಎಂಬುದಾಗಿ ಒಂದು ಸಾರಿ ಯೋಚಿಸಿ ನೋಡಿ. യൗവന കുഞ്ഞുങ്ങളുടെ ഇരിപ്പുണ്ട്. ഞാൻ നിന്നോട് പറയുക, ஆமென். வாலிப பிள்ளைகளில் உட்கார்ந்து இருக்கிறீங்க. നിങ്ങളുടെ അമ്മയെ നിങ്ങൾ മറക്കരുത്. ஆமென். ನಿಮ್ಮ ತಾಯಿಯನ್ನು உங்க ತಾಯಿ நீங்க மறக்க கூடாது. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഉപവസിച്ച അമ്മയെ നിങ്ങൾ മറക്കരുത്. ஆமென். உங்களுக்காக உபவாசித்து ஜெபித்த தாயை நீங்க மறக்க கூடாது. എന്റെ ലൈഫിൽ എനിക്ക് പറയാൻ, എന്റെ അമ്മ പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ஆமென். என்னுடைய தாயை பற்றி சொன்னபடி எனக்காக என் தாய் ஜெபித்ததுனால தான் இன்னைக்கு நான் இங்க நின்று கொண்டிருக்கிறேன். എന്റെ വീട്ടിലെ പ്രശ്നം കഠിനമായപ്പോൾ എന്റെ മാതാവ് ഓർത്ത്, എനിക്ക് 2 ചേച്ചിമാരുണ്ട്, 3 പേരെയും കൂടെ കിണറ്റിലൊക്കെ ഇട്ടിട്ട് മാതാവ് മരിക്കാതെ തീരുമാനിച്ച അമ്മയുടെ മോളാ ഞാൻ. ஆமென். சோதனைகளுடைய வீட்டுல தகப்பன் இல்லாது இருக்கிற பொழுது 3 குழந்தைகளை கிணத்துல போட்டு கொண்டுட்டு நானும் செத்து போகலாம் என்று தீர்மானம் எடுத்த ஒரு தாயினுடைய பிள்ளைகள் தான் நான் இங்க நின்று கொண்டு. ഞാനിത് പറയാൻ ആഗ്രഹിച്ചത്, പക്ഷെ ദൈവാത്മാവിനോട് പറയുന്നു ഇത് പറയാൻ. ஆமென். சோதரனா ஒரு நாளும் இந்த சங்கதியை சொல்ல நான் விரும்பல. ஆனால் பரிசுத்த ஆவியானவர் இதை சொல்லும்படி ஏற்றினார். അമ്മ മരിച്ചില്ല കേട്ടോ. ஆமென். என் தாய் சாவல. അമ്മ പറഞ്ഞ മരിച്ചാൽ എന്റെ ആത്മാവ് നരകത്തിൽ പോകും, ஆமென். നിത്യതയിൽ പോകത്തില്ല. ஆமென். அந்த தாய் சொன்னாங்க, நான் தற்கொலை செய்து செத்து போனால் என்னுடைய ஆத்மா வந்துட்டு நரகத்துக்கு போகும், பரலோகத்துக்கு போகாது என்று அவர்கள் എന്റെ ഇന്നും ജീവനോടെ നാട്ടിലുണ്ട്. அவர்கள் இன்றைக்கு என்னுடைய தாய் உயிரோடு ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുന്നുണ്ട്. ஆமென். இன்றைக்கு எங்களுக்காக உபவாசம் இருக்கிறார்கள். ഞാൻ പറയാം, അമ്മമാര് നഷ്ടപ്പെടുമ്പോൾ അറിയത്തുള്ളതിന്റെ വില. ஆமென். சொல்ற அந்த தாய்கள் எதெல்லாம் நஷ்டப்பட்டது என்று அந்த தாய் கிட்ட கேட்டால் தெரியும் எப்படி என்று சொல்லி. ആമേൻ. ഇന്ന് എല്ലാ കുഞ്ഞുങ്ങളും വീട്ടിൽ പോയിട്ട് അമ്മയെ പിടിച്ചോണ്ട് ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം കേട്ടോ. ஆமென். இன்னைக்கு எல்லா பிள்ளைகளும் போயிட்டு மலையில் ஓகி ಎಲ್ಲರೂ ಕೂಡ ತಾಯಿಯವರಿಗೆ ಮನೆಯಲ್ಲಿ ಹೋದ್ರೆ ಅಪ್ಪಿಕೊಂಡು ಒಂದು ಕೊಡಬೇಕು. ദൈവം ശക്തമായി പറയുന്നു, നിങ്ങളെ പ്രാർത്ഥിക്കുന്ന മാതാവിനെ വേദനിപ്പിക്കരുത്. ಆಮೇಲೆ ನಿಮಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತ ತಾಯಿಯವರ ಹೃದಯವನ್ನು ನೀವು ಯಾವತ್ತೂ ಕಷ್ಟಪಡಿಸಲು ಬಿಡಬಾರ್ದು. അമ്മമാരില്ലാത്തവരുടെ കൂടെ ഉണ്ട്. അവരോട് ചോദിച്ച അമ്മയെ ഓർക്കുന്ന വേദന ഉണ്ടോ? അവർ പറയും,
എന്റെ അമ്മ ഉണ്ടെങ്കിൽ നല്ലതായിട്ടാണ് അവര് പറയുന്നത്. ஆமே தாய் இல்லாதவங்களை கிட்ட கேட்டு பார்த்தா தெரியும். அம்மா அவங்க சொல்லுவாங்க, ஐயோ எங்க அம்மா இருந்திருந்தா எனக்கு நல்லா இருந்திருக்குமேன்னு அவங்க சொல்லுவாங்க. ഞാൻ ആ ഭാഗത്തൊക്കെ മാറുകയാണ്. அந்த இது நான் நினைக்கிறேன். പറവോന്റെ പുത്രി அந்த பார்வோனுடைய மகன் നൈൽ നദി കുളിക്കാൻ പറഞ്ഞ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ஆமே சோத்ரவ குளிக்க வந்ததுக்கு அப்புறம் தேவனுடைய திட்டம் அந்த இடத்துல കേട്ടോ, ഒഴുകി 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 പെട്ടകം എവിടേക്കെന്നറിയാവോ? ഈ രാജകുമാരിയുടെ അടുത്തെത്തി. ஆமே அந்த நயல் நதியில அந்த பெட்டகம் புறப்பட்டு அந்த பெட்டி ராஜகுமாரத்தியா இருக்கிற பார்வோனுடைய குமார்த்தி இருக்கிற இடத்துல சென்று அங்க நின்றது பார்வோன். ഈ പെട്ടകം വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് ആ മാനവ പെട്ടകത്തെ ഒഴുക്കുന്നുമ്പേ ഈ രാജകുമാരി അവിടെ എത്തി. ஆமே சோத்ரன் இந்த தாய் சோத்ரன் தன் வீட்டுக்கு சென்று அந்த பெட்டகத்தை நயல் நதியில விடுகிற பொழுது அவன் அரண்மனையிலிருந்து புறப்பட்டு அந்த நயல் நதி கிட்ட வந்து விட்டான். അതാ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ പ്ലാനോടെ ജനിച്ചതാ മോശ. ஆமே சோத்ரன் தேவனுடைய திட்டத்தின்படி பிறந்தவர் மோசே. അങ്ങനെയൊന്നും മരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ஆமே அப்படி ஒன்று செத்து போக தேவன் அனுமதிக்க மாட்டார். ഒഴുകി പോയിട്ടാണ് ഈ രാജകുമാരി വന്നെങ്കിൽ പെട്ടകത്തെ കാണാൻ പറ്റുമോ? ஆமே சோத்ரன் ஒருவேளை இந்த நயல் நதி சோத்ரனை கடந்து அது அந்த ஒழுகி போகிற தண்ணீர்ல போய் விட்டுருந்தா இந்த ராஜகுமாரத்தை பார்த்திருக்க முடியாது. കണ്ടോ ദൈവത്തിന്റെ നീതി. ஆமே பாத்தீங்களா தேவனுடைய நீதி என்னதென்று? പ്രാർത്ഥിക്കുന്ന മാനവന്റെ വിശ്വാസം. ஆமே ஜெபிக்கிற போல தாயுடைய விசுவாசம். കണ്ടോ, രാജകൊട്ടാരത്തിൽ നിന്ന് രാജകുമാരി വന്ന് അവിടെ ഗേറ്റ് ചെയ്ത് എന്തെന്നറിയാമോ? ഈ ദൈവം പറയുകയാണ്, നീ അവിടെ നിൽക്കി, ഒരു പെട്ടകം വരുന്നുണ്ട്. ஆமே ராஜகுமாரத்தினுடைய தோழிகள் சொல்லுகிறாங்க, நீங்க நில்லு, அங்க ஒரு சோத்திரம் ஒரு பெட்டி தண்ணீர்ல மெதுங்கி கொண்டு வருகிறது என்று சொல்லி. അതിനെ എടുത്തു നോക്കിയപ്പോൾ ഒരു കുഞ്ഞ്. அம்மே அந்த பெட்டியை திறந்து பார்க்கிற பொழுது அதுக்குள்ள அழகான ஒரு குழந்தை. ഇനി ഞാൻ പറയാം, രാജാവിന്റെ നിയമം ഏറ്റവും കൂടുതൽ അറിയാനതും അനുസരിച്ചതും കാണുന്നതും ആരാണ്? രാജകൊട്ടാരത്തിലുള്ളവരല്ലേ? அம்மே சோத்திர ராஜாவுடைய பிரமாணத்தையும் அவன் போட்ட திட்டத்தையும் நன்றாக அறிந்தவர்கள் யார் என்றால் ராஜா அரண்மனைக்குள்ள இருக்கிறவங்களுக்கு தான் நன்றாக ഈ தெரியும். രാജകുമാരിക്ക് അറിയാം എബ്രായ കുഞ്ഞുങ്ങളല്ല ഇവിടെ മരിക്കുന്നത്. പക്ഷേ ഈ നിയമത്തെ ഈ രാജകുമാരി അങ്ങ് മറന്നു. ஆமே சோத்திரம் இந்த எப்ராய குடும்பத்தில் எந்த பிள்ளைகளும் ஜீவனோடு இருக்க கூடாது. ஆனால் அந்த பிரமாணத்தை மறந்து அந்த ராஜகுமாரத்தை அந்த பிரமாணத்தை அவன் தீர்க்கிறான். ആമേൻ. ആ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോ വചനം പറയുന്നു, അതിനോട് അലിവ് തോന്നി. ஆமே சோத்திரம் அந்த குழந்தையினுடைய முகத்தை அவன் பார்க்கிற பொழுது அந்த குழந்தையின் மேல ஒரு பரிதவிப்பு அவனுக்கு உண்டாகுது. മാതാവേ, നിന്റെ കുഞ്ഞിനെ ചേരി കാണുമ്പോൾ അവരോട് അലിവ് തോന്നും. அம்மே ஜெபிக்கிற தாயை தேசத்துல இருக்கிறவங்க பார்க்கிற பொழுது ஒரு அனுதாபம் உன் குழந்தையை பற்றி தேசத்தில் இருக்கிறவர்களுக்கு உண்டாகும். വിശ്വസിക്കും, നിന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയൊന്നും നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. இந்த பகல் வேளையில விசுவாசத்தோடு சொல்லு, அப்படி தேசத்துல உன் பிள்ளைகள் அழிந்து போக தேவன் ஒரு பொழுதும் அனுமதிக்க மாட்டார். ഇനി ഒരു ചിന്ത കൂടെ പറയാം. ഈ പെട്ടകം ഒഴുകി പോയപ്പോഴേ ഈ റൂട്ട് മാറിപ്പോയെങ്കിൽ എന്തോ ചെയ്തേനെ? ஆமே இந்த பெட்டியில் தண்ணீர்ல போய்கொண்டு இருக்கிற பொழுது ஒருவேளை அது வேற வழியாக போயிருந்தால் என்னவா இருக்கும் அதனுடைய நிலைமை? ഒരു ചെറിയ കാറ്റടിച്ചാൽ മതി, പെട്ടകത്തിന്റെ ദിശ മാറിപ്പോകും. ಒಂದು ಗಾಳಿ ಹೊಡೆದಿದ್ರೆ ಸಾಕು, ಆ ಪೆಟ್ಟಿ ಬಂದು ನೀರಿಂದ ಬೇರೆ ಕಡೆಗೆ ಬೇರೆ ದಾರಿನಲ್ಲಿ ಹೋಗ್ಬೋದಾಗಿತ್ತು. ദൈവത്തിന്റെ നിയോഗമുള്ളവന്റെ റൂട്ട് മാറത്തില്ല. ಆಮೇ ದೇವರ ಸ್ತೋತ್ರ, ದೇವರ ಆಲೋಚನೆ, ದೇವರ ಸ್ತೋತ್ರ ಚಿತ್ತವು ತೀರ್ಮಾನವು ಇರುವ ಸ್ತೋತ್ರ ಒಂದು ವ್ಯಕ್ತಿ ಮೇಲೆ ಯಾವತ್ತೂ ಕೂಡ ದೇವರು ಇಟ್ಟಿರುವಂತ ಆ ಗುರುತು ಯಾವತ್ತೂ ತಪ್ಪಿ ಹೋಗುವುದಿಲ್ಲ. ആ പെട്ടകം റൂട്ട് മാറി ഒഴുകിയില്ല. ಆಮೇ ಸ್ತೋತ್ರ, அந்த பெட்டகம் வழி மாறி எங்கேயோ அது அலைந்து போகவில்லை. ഒഴുകിയില്ലെന്ന് മാത്രമല്ല, ഒഴുകത്തില്ല. ஆமே ಸ್ತோತ್ರ, എന്തെന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് ഈ പെട്ടകം കിട്ടുന്ന മുമ്പിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരിക്കാം. ஆமே ಸ್ತோತ್ರ, இந்த குழந்தையை பெற்ற அந்த தாய் இந்த பெட்டகத்தை நயனத்தில் விட்டுட்டு அந்த வீட்டுக்குள்ள போய் ஒருவேளை அவங்க அழுது ஜெபிச்சுட்டு இருந்திருப்பாங்க. ആമേൻ. ദൈവമക്കളെ, ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ റൂട്ട് പിശാചി മാറ്റാൻ പദ്ധതി ഇട്ടാലും ദൈവത്തിന്റെ റൂട്ടിലേക്ക് അവർ വരും. ആമേൻ. ஒருவேளை தேவ பிள்ளைகளை பிள்ளைகளுடைய திட்டத்தை வழிமாறி போக பண்ணினாலும் தேவனுடைய திட்டம் ஒன்று இருக்கிறது, உன்னை வழி தப்பி போக പെട്ടകത്തിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ട് രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് വളർത്തി. ஆமென். சோத்திரத்த நயல் நதியிலிருந்து இந்த பெட்டகத்தில் இருக்கிற குழந்தை எடுத்துக்கொண்டு போய் ராஜா அரண்மனையில வளர்க்கிறாங்க. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ വലിയ ഉണർവ് പ്രസംഗം പോലെയൊന്നുമല്ല പ്രസംഗിക്കുന്നത്.
ഞാൻ അമ്മേ ഹല്ലേലൂയ അമ്മേ ഒരു മാതാവിനെ കുറിച്ച് ശാന്തമായിട്ട് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. நான் ஒன்னும் கடினமான ரொம்ப கஷ்டமானது ஒண்ணும் பேசல. ஒரு தாயை பற்றி எளிமையாகத்தான் நான் பேசிக் கொண்டிருக்கிறேன். ഞാൻ ഒരു അമ്മയാണ്, എനിക്ക് അത് മനസ്സിലാകും. ஆமே, நானும் ஒரு தாயா இருக்கிறேன், அதனால எனக்கு அது புரிந்து கொள்ள முடியும். അമ്മേ ഞാൻ വിശ്വസിക്കുന്നു. ஆமே, நான் விசுவாசிக்கிறேன். വിശ്വാസത്തോടെ ഞാൻ ഈ പദം പറയുകയാണ്. ஆமே, விசுவாசத்தோடு இந்த பதத்தை നമ്മുടെ സഭയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ പറയാൻ പോകും. ஆமே சொல்றேன். நம்ம சபையில பிறக்க போகிற குழந்தைகளை நினைத்து நான் இதை சொல்லுகிறேன். നമ്മുടെ സഭയ്ക്കുള്ള കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ പറയുകയാണ്. நம்ம சபையில சோத்திரம் இருக்கிற குழந்தைகளை பற்றி நான் சொல்லிக் നിന്റെ വാക്കിന്റെ സത്യത്തെ റൂട്ട് പിശാച് മാറ്റത്തില്ല. ஆமே, சோத்திரம் வாக்குத்தத்தத்தின் பிள்ளைகளுடைய வழி ஒரு நாளும் தப்பித்து போக கர்த்தர் அனுமதிக்க மாட்டார். എത്തേണ്ട അടുത്ത് എത്തും. ஆமே, நீ கடந்து செல்ல வேண்டிய இடத்துல தேவன் உனக்கு நியமித்திருக்கிற இடத்துல கர்த்தருடைய എത്തേണ്ട കരങ്ങളിൽ നിന്റെ കുഞ്ഞ് എത്തും. ஆமே, சோத்திரம் சேர்க்க வேண்டியவர்களுடைய கரங்களிலே கர்த்தர் கொண்டு போய் சேர்ப்பார். അങ്ങനെ മോശം മിസ്രൈമിൽ വളർന്നു. ஆமே, சோத்திரம் அப்படி மோசே இந்த எகிப்திலே வளர்கிறார். ഒരു കാര്യം കൂടി ഇപ്പൊ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. ஆமே, ஒரு காரியத்தை கூட சொல்லிட்டு நம்ம ஜெபிக்கலாம். മോശയുടെ സഹോദരി മിരിയാം അവിടെ നിന്ന് നോക്കുമ്പോ ஆமே, சோத்திரம் அந்த மோசேனுடைய சகோதரி மீரியாம் அந்த கரையில நின்று ഈ பார்த்தபோது രാജകുമാരി പറഞ്ഞ കുഞ്ഞിനെ ഞാൻ വളർത്തും. ஆமே, சோத்திரம் இந்த ராஜகுமாரி கேட்கிற அந்த குழந்தை யார் வளர்ப்பாங்க? മിരിയാം ഓടിച്ചെന്ന് പറഞ്ഞു, ഞാൻ അമ്മയെ വിളിച്ചോണ്ട് വരാം. ஆமே, சோத்திரம் இந்த மீரியாமுக்கு தெரியும், நான் போய் ஒரு அம்மாவை ஊர்ல கூட்டிட்டு வரேன். പറഞ്ഞില്ലേ, തക്ക സമയത്ത് പ്രവർത്തിക്കാൻ നമ്മളെ സഹോദരിമാര് ഭയങ്കര മിടുക്കരാണ്. ஆமே, சோத்திரம் ஏற்ற வேளையில செயல்படுகிறதுக்கு நம்ம சகோதரிங்க ரொம்ப ஜாக்கிரதையானவங்க. പറയേണ്ടതേ പറയൂ, പറയാത്തത് ഒന്നും മിണ്ടിയേക്കരുത് കേട്ടോ. ஆமே, சோத்திரம் சொல்ல வேண்டியதுதான் சொல்லணும், சொல்லக்கூடாததை எதுவும் நம்ம தவறி சொல்லக்கூடாது. അവിടെ മിരിയാം ഒരു ശുശ്രൂഷ ചെയ്തു. ஆமே, அந்த மீரியாம் ஒரு ஊழியம் செய்கிறார். മിരിയാം ചെന്ന് പറഞ്ഞു, ഞാനൊരു അമ്മയെ കൊണ്ടുവരും. ஆமே, நான் ஒரு தாயை கூட்டிட்டு வரேன். പക്ഷെ ഈ അമ്മയാണ് പറഞ്ഞു കാണത്തില്ലായിരുന്നു കേട്ടോ. ஆமே, இந்த தாய் ஒண்ணு மீரியாம் இதெல்லாம் சொல்லல. പറഞ്ഞ കുറ്റമല്ലേ, കാരണം നിയമത്തിന് എതിരായിട്ടല്ലേ നിന്ന്. ஆமே, சொன்னாங்க பிரமாணத்துக்கு எதிராக செயல்படுகிறாங்க. പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ നിയമത്തിനൊന്നും ഒരു പ്രശ്നമല്ല. ஆமே, ஜெபிக்கிறவர்களுக்கு முன்பாக ഹല്ലേലൂയ. ஒரு பிரச்சனை கிடையாது. ഏത് നിയമം കൊട്ടാരത്തിനകത്ത് എഴുതിയോ, ഈ ആൺകുഞ്ഞുങ്ങളെ കൊല്ലണമെന്ന നിയമം കൊട്ടാരത്തിനകത്ത് എഴുതിയെങ്കിൽ മോശ വളർന്ന അതേ കൊട്ടാരത്തിനകത്ത്. ஆமே, சோத்திரம் எந்த ராஜா அரண்மனையில் இந்த கட்டளை கொடுக்கப்பட்டதோ, அதே அரண்மனையில மோசே வளர்க்கும்படியாக தேவன் திட்டமிட்டார். ആമേ ഹല്ലേലൂയ. ആമേ പിന്നീട് സഹോദരി പറഞ്ഞു, ഈ അമ്മയെ വിളിച്ചോണ്ട് വന്നു. ഈ അമ്മയുടെ കയ്യിൽ മോശയെ തിരിച്ചു കൊടുത്തു. ஆமே, சோத்திரம் இந்த தாயை கொண்டு வந்தாங்க. இந்த தாயினுடைய கையில மறுபடியும் தன்னுடைய குழந்தையை திருப்பி கொடுத்தாங்க. ഈ അമ്മ ഓർത്ത് പ്രാർത്ഥിച്ചപ്പോ ഓർത്ത്, ഇനി എനിക്ക് ഈ കുഞ്ഞിനെ മോൻ കാണാൻ പറ്റുമെന്ന് ഒരിക്കൽ പോലും അറിയത്തില്ല. നോട്ട പെട്ടകത്തിനകത്ത് വെച്ച്. ஆமே, சோத்திரம் இந்த தாய் அந்த பெட்டியில வச்சு இந்த நைசத்தில் அனுப்பும்போது அவர் நினைச்சிருப்பாங்க, இனி ஒருபோது இந்த குழந்தையுடைய முகத்தை நான் பார்க்க மாட்டேன் என்று. പക്ഷെ ആ മുഖത്തെ കണ്ടു. ஆனால் அந்த முகத்தை திருப்பி அவங்க பார்த்தாங்க. കുഞ്ഞിനെ തിരികെ വാങ്ങിച്ചു. ஆமே, திரும்ப அந்த குழந்தைய அவங்க கையில வாங்கினாங்க. ആരാ വാങ്ങിച്ചത്? யார் വാങ്ങിனது? പ്രാർത്ഥിച്ച മാതാവ്. ஆமே, ஒரு പ്രാർത്ഥனை ഓ, தாய். വിശ്വസിച്ച മാതാവിന്റെ കരുത്തിൽ കുഞ്ഞിനെ തിരികെ കിട്ടി. ஆமே, விசுவாசம் கையில அந்த குழந்தை மறுபடியும் നിന്റെ கிடைக்கிறது. കയ്യിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോകുമെന്ന് പിശാച് ബാധിച്ചപ്പോൾ, அல்லேலூயா, அவன் குழந்தையை பிசாசு கொண்டு போவான் என்று அவன் வாதித்தபடி നിന്റെ കയ്യിൽ തന്നെ മടക്കി തന്നു. ஆமே, പിശാച് കൊണ്ടുപോകത്തില്ല. ஆமே, உன் தலைமுறைகளை யாரையும் பிசாசு கொண்டு போக முடியாது. അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥന ഇന്ന് പോലെ യേശുവിൻ നാമത്തിൽ തന്നെ ശാസിക്കുകയാണ്. ஆமே, அது போல திட்டங்களை இயேசுவின் நாமத்திலே முறியடிப்போம். വാർത്തക സാധ്യത ജനിക്കാനുള്ള പിശാച് അവൻ അടച്ചതിനെ ഇന്നവൻ യേശുവിൻ നാമത്തിനെ ശാസിച്ചതിനെ ജയമെടുക്കുക. ஆமே, சோத்திர வாக்குத்தத்தங்களை அடைத்து வைத்திருக்கிற பிசாசுடைய தடைகளின் மேலே இந்த நாள்ல நம்ம ஜெயமெடுக்கிறோம். ആമേൻ. ஹல்லேலூயா. കണ്ടോ, ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ആര് വളർന്നു? മോശ വളർന്നു. ஆமே, இந்த பார்வோனுடைய அரண்மனையிலே இந்த மோசே வளர்ந்தார். ഉത്തരം, ஹல்லேலூயா. ദൈവം എഴുതിയ രാജാവിന്റെ മടിയിൽ ആരിയിരിക്കുന്നു? മോശ. ஆமே, சோத்திர இந்த பிரமாணத்தை யார் கேட்டார்களோ அந்த பார்வோனுடைய மடியில் இப்போ மோசே இருக்கிறார். ആമേ. ഒരു ഭാഷകനെ പറഞ്ഞു, ഈ രാജാവാണ് മോശ ചിലപ്പോ ഉറപ്പൊന്നു ഉറങ്ങിക്കൊന്നു. നിയമം എഴുതിയ രാജാവിന്റെ பிரமாணத்தை பார்வோனுடைய வாரிய நெஞ்சில சாட்சி கொண்ட அந்த மோசேயை தூங்கவே. ഓ, നിനക്ക് വിരോധമായി വരുന്ന ഒരായുധം നിനക്ക് ഫലിക്കത്തില്ല. ஆமே, உனக்கு விரோதமாக உருவாக்கப்படுகிற எந்த ஆயுதமும் உன்மேல பலிக்காது. ഏതെങ്കിലും വിഷയങ്ങളെ കണ്ട് ആരെങ്കിലും ഭാരപ്പെടുന്ന ഈ പദം ഞാൻ പറയാൻ
ഭാരപ്പെടരുത്. ಆಮೇಲೆ ಯಾವುದೇ ವಿಷಯಗಳನ್ನು ಕುರಿತು ನೀವು ಯಾವುದೇ ಭಯದಿಂದ ಇದ್ದೀರಾ ಆ ಕಾರ್ಯಗಳ ಕುರಿತು ನೀವು ಭಯಪಡಬೇಡಿ. ನಾನು ನಿಮಗೆ ವಿಶ್ರಾಂತಿಯನ್ನು നിങ്ങൾക്ക് ಕೊಡುವ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ಆಮೇಲೆ ವಿಶ್ವಾಸದಿಂದ ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಕ್ಕೆ നിങ്ങൾ ಸಾಧ್ಯ. വീട്ടിനകത്ത് ചെല്ലുമ്പോൾ ആ വിഷയത്തിന് മറുപടി ഉണ്ടാകും. ಆಮೇಲೆ ಸ್ತೋತ್ರ ನಿಮ್ಮ ಬೀದಿಗೆ ನಿಮ್ಮ ಮನೆಗೆ ಹೋಗುವಾಗ ಅದಕ್ಕೆ ನಿಮಗೆ ಒಂದು ಬಿಡುಗಡೆ ಸಹೋದರವು ಸಿಗುವುದು. കഴിഞ്ഞ ചൊവ്വാഴ്ച മീറ്റിംഗിൽ വചനം പറഞ്ഞിട്ട് ഒരു ആന്റിയോട് ദൈവം പറഞ്ഞു, "അനി നിങ്ങൾ വീട്ടിന്റെ സ്റ്റെപ്പിൽ കയറുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ തലമുറകളെ ബന്ധിച്ച ബന്ധന അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു." ಆಮೇಲೆ ಸ್ತೋತ್ರ ಕಳೆದ ವಾರದಲ್ಲಿ ಮಂಗಳವಾರ ನಾನು ಪ್ರಸಂಗ ಮಾಡುವಾಗ ಅಲ್ಲಿ ಬಂದವರು ಹೇಳಿದ್ರು ವಿಶ್ವಾಸದಿಂದ ഒരു ആന്റിയുടെ മക്കൾ 2 മക്കൾ ഒരു വിശ്വാസിനും പിന്മാറിപ്പോയി. ಆಮೇಲೆ ஒரு சகோதரியுடைய 2 பிள்ளைகளும் விசுவாசத்திலிருந்து பின்வாங்கி ആന്റി വിടവയാണ്. അവർ വിധவை. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാതിരിക്കത്തില്ല, இந்த பிள்ளைகள் ஜெபிக்க உட்காருதில்ல, ആരാധിക്കാതിരിക്കത്തില്ല, ஆராதனைக்கு உட்காருதில்ல, ചർച്ചിൽ കറക്റ്റ് അങ്ങനെ പോകത്തില്ല. ഇങ്ങനത്തെ വിഷയങ്ങളാണ്. சர்ச்சில் ஒன்றும் சரியா போறதில்ல. അപ്പൊ അന്ന് ആ മീറ്റിംഗ് വന്നപ്പോ ദൈവാത്മ ആന്റിയോട് പറഞ്ഞു, "അനി നിങ്ങളുടെ വീടിന്റെ സ്റ്റെപ്പിൽ നിങ്ങൾ ചവിട്ടുമ്പോ വിശ്വാസം അവരെ പറഞ്ഞു നിങ്ങൾ നോക്കും എല്ലാവരും നോക്കും ആന്റിയുടെ വീടിന്റെ സ്റ്റെപ്പിൽ ചവിട്ടുമ്പോൾ വിശ്വാസം പറയണം." ஆமென். நீங்க உங்களுடைய வீட்டினுடைய வாசப்படி மிதிக்கிற பொழுது விசுவாசத்தோடு நீங்க சொல்ல வேண்டும். അങ്ങനെ വിശ്വാസത്തോടെ കയറി പ്രാർത്ഥിച്ചാലാക്കി അത്ഭുത കാര്യം കരയാനിടയായി. ஆமென். அப்படி விசுவாசத்தோட அவங்க ஜெபித்து வீட்டுக்குள்ள ஏறுகிற பொழுது அவங்க அழ ஆரம்பிச்சாங்க. മീറ്റിംഗ് കഴിഞ്ഞ പറഞ്ഞു, "ഞാൻ വളരെ പ്രയാസത്തിലായിട്ട് വന്നു." ஆமென். நான் மீட்டிங் முடிந்த பிறகு சொன்னாங்க, ரொம்ப பிரயாசத்தோடு இந்த கூட்டத்துக்கு நான் வந்தேன். ഞാൻ പറയാൻ കാരണം ഇന്ന് നമ്മുടെ ആത്മീയ തലമുറകൾ പിശാച് അവകാശം പറഞ്ഞു. ஆமென். நம்முடைய ஆவிக்குரிய தலைமுறைகளை பிசாசு அவனுடைய கையில் எடுக்க அவன் திட்டம் பண்ணுகிறான். ദൈവദാസിയെ നീ വിട്ടുകൊടുക്കരുത്. ஆமென். தேவதாசியை நீ ஒரு பொழுது ദൈവമക്കളെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. பிள்ளையை நீ ஒரு பொழுது விட்டு கொடுக்க. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അവകാശമാണ്. ஆமென். நம்முடைய பிள்ளைகள் நம்முடைய உரிமைகளா இருக்கிறார். അവരെക്കാൾ ദൈവത്തിന്റെ നിയോഗമുള്ളവരാണ്. ஆமென். அவர்கள் தேவனுடைய திட்டமுடையவர்கள். ദൈവത്തിന്റെ വാഗ്ദത്തം അവരുടെ മേലുണ്ട്. தேவனுடைய வாக்குத்தத்தம் அவர்கள் மேல் இருக்கிறது. അവർ രാജ്യങ്ങളെ അടക്കാൻ പോകുന്നവരാണ്. இந்த தேசத்தை அடக்கி ஆள போகிறவர்கள். അവർ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നവരാണ്. அவர்கள் அற்புதங்களை செய்ய போகிறார்கள். അതുകൊണ്ട് ഒരു നിയമത്തിനും അവരെ തടയാൻ പറ്റത്തില്ല. ஆமென். ஒரு பிரமாணமும் அவர்களை தடை செய்ய முடியாது. ഒരു മനുഷ്യനും അവരെ തടയാൻ പറ്റത്തില്ല. மனுஷனும் அவர்களை தடை செய்ய முடியாது. അവരുടെ ജീവനെ സ്വർഗം കാക്കും. ஆமென். ஸ்தோத்திரம். அவருடைய ஜீவனை பரலோகத்தில் தேவன் பாதுகாப்பார். ഈ മോശയാണ് ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോയത്. ஆமென். இந்த மோசே தான் தேவனுடைய சத்தத்தை கேட்டு எகிப்துக்கு திரும்பி போகிறார். ഞാൻ പെട്ടെന്ന് പകരാനോ അതിന്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. സ്തോത്രം. ഒരു കാര്യം പറയട്ടെ, നമ്മളിന്ന് വായിച്ച 90-ാം സങ്കീർത്തനം മോശയുടെ ഒരു സങ്കീർത്തനം. ஆமென். இன்னைக்கு நம்ம படிச்ச 90வது சங்கீதம் அது மோசே எழுதின ஒரு சங்கீதம். 5 പുസ്തകങ്ങളിൽ പഞ്ചഗ്രന്ഥങ്ങൾ മോശ എഴുതി. ஆமென். பஞ்சாகம புத்தகங்களை 5 புத்தகங்களை மோசே எழுதினார். മിസ്രൈമിൽ അടിമത്തത്തിൽ ജനത്തെ പുറത്തു കൊണ്ടുവന്നു. ஆமென். அந்த எகிப்து தேசத்திலிருந்து அடிமைத்தனத்திலிருந்து வெளியே கொண்டு வந்தார். ചെങ്കട നേരെ വടി നീട്ടി. ஆமென். செங்கடலுக்கு நேராக தன் கோலை நீட்டினார். കനാൻ ദേശത്തിൽ എത്തും മുമ്പ് വരെ മോശ ഈ ജനത്തിന്റെ കൂടെ നിന്നു. ஆமென். ஸ்தோத்திரம். அந்த ஜனங்கள் கானான் தேசம் வரைக்கும் செல்லுகிற ஜனங்களோடு மோசே நின்றார். ഹോരേബിൽ നിന്നും 10 ഈ കൽപ്പനകൾ ആമേ മോശയോട് ദൈവം അരുളിച്ചത് മോശ സ്വന്തം കയ്യിൽ എഴുതി. ஆமென். அந்த மோரியா மலையில ஸ்தோத்திரம் அந்த 10 கற்பனைகளை மோசே தன்னுடைய கையினால் எழுதினார். നമ്മൾ വായിച്ച കുറിവാക്യം എങ്ങനെയാണ്? நம்ம வாசித்த அந்த மூலை வசனம் இதுவா இருக்கிறது. മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേൽ പിന്നെ ഉണ്ടായില്ല. ஆமென். மோசேயை போல ஒரு இஸ்ரவேலில் உண்டாகவில்லை. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന്റെ പിന്നിൽ ആരാണ് നിന്നെന്ന് അറിയാമോ? ஆமென். இவ்வளவு காரியங்களை செய்த பிற்பாடு தன்னோடு கூட நின்றது யார் தெரியுமா? മോശയുടെ അമ്മ ஆமென். மோசேயுடைய தாய். യഖബോത്ത്. ஆமென். எகபோத் என்கிற சகோதரி. മറക്കരുത് നിങ്ങൾ. நீங்க மறக்க கூடாது. നമുക്കൊരു ശുശ്രൂഷയുണ്ട്. நமக்கு ஒரு ஊழியம் இருக்கிறது. എല്ലാവരും അല്പസമയം എഴുന്നേറ്റ് ஆமென். எல்லாரும் கொஞ்ச நேரம் தெய்வ சமூகத்துல எழுந்து